രതീഷ്, ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് സംസാരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഇതുവരെ വന്ന കുറേയേറെ സെറ്റ് ഓഫ് വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ജന്മദിനം പോലും വളരെ പ്രൈവസിയിൽ നിന്ന് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ്, ഇതിലെ പ്രധാനപ്പെട്ട പ്രതി, അതുപോലെ തന്നെ വി.ഡി. സതീശൻ, വേറെ ആരും ആ ചിത്രത്തിലില്ല. ജന്മദിനത്തിൽ പറവൂരിലെ വീട്ടിൽ നിന്നോ മറ്റോ ആണ് കാണുന്നത്. ആ ഫോട്ടോ നമ്മുടെ ഇന്ന് പുതിയതായി കണ്ടതാണ്. അതിൽ വളരെ സ്വകാര്യമായൊരു ചടങ്ങ്, അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം എപ്പോഴും പറയുന്നില്ല, ഒരാൾക്കൂട്ടത്തിൽ വെച്ച് എടുത്തു പോകുന്നൊരു ചിത്രം വെച്ചിട്ട് ഇത്തരം ക്രിമിനലുകൾ അത് ദുരുപയോഗിക്കുന്നതിനെ ഒരു തരത്തിലും യോജിക്കുന്നയാളല്ല വി.ഡി. സതീശൻ. അദ്ദേഹം നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ആളുകളെ അത് വെച്ച് ദുരാരോപണം ഉന്നയിക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഈ ചിത്രങ്ങളൊന്നും അങ്ങനെയാണോ? അതായത് മുഖ്യമന്ത്രിയും ഈ പ്രതികളുമൊത്തുള്ള ബന്ധം, അവർ സാധാ പാർട്ടി പ്രവർത്തകരല്ല, വളരെയേറെ അടുപ്പമുള്ളവരാണ് എന്ന് കാണുന്ന നമ്മൾക്കൊക്കെ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ? അതിനൊരു പ്രധാന കാരണം പ്രതികൾക്കുമപ്പുറം മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് തന്നെയാണോ? ഈ ചിത്രങ്ങളിലെ ബോഡി ലാംഗ്വേജ് തന്നെയാണോ? രതീഷ് ചക്രവാണി എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ ചർച്ചയിൽ ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു തുടങ്ങിയ വാദം തന്നെ എത്രത്തോളം ദുർബലമാണ് എന്നുള്ളത് നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും കൊണ്ട് പറയുകയാണ്. പക്ഷേ അദ്ദേഹം നിസ്സഹായനാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറയട്ടെ, യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഒരു കോൺഗ്രസിൻ്റെ നിരവധി MLA-മാരോ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇപ്പോൾ 64 MLA-മാരുണ്ട്. ഈ MLA-മാരിൽ ആരെങ്കിലുമോ ഇതേപോലെ വി.ഡി. സതീശനോട് ഒരേ സോഫയിൽ അടുത്ത് ചേർന്നിരിക്കുകയും അദ്ദേഹം നടക്കുമ്പോൾ മുതുകത്ത് പതുക്കെ ഒന്ന് പിടിച്ചുകൊണ്ട് തള്ളിക്കൊടുക്കുകയും അതേപോലെ തന്നെ ഒരു ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം ശരത്ത് മാധ്യമപ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് കുറേ നാളായി, പി കെ ഗോപൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് കുറേ ആളായി, ഞാനും ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആളായി. നമ്മൾ ഇതേവരെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള ആളുകളെ മാത്രമേ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം ലെവലിലേക്ക് എൻ്റർടൈൻ ചെയ്യാറുള്ളൂ. അതിൽ പി കെ ഗോപൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ കാഷ്വൽ ഡ്രസ്സുകളിലിരിക്കുമ്പോൾ സാധാരണ ആളുകളെ സന്ദർശിക്കുന്ന സമയത്തെടുത്തൊരു ഫോട്ടോയേലിത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ അത്തരത്തിലുള്ള ഒരു ഫോട്ടോ, അതായത് എവിടെയെങ്കിലും വെച്ച് ഒരു സെൽഫി എടുക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ കാണാൻ കഴിയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഫോട്ടോ എടുക്കേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിനില്ല. വലിയ തോതിലുള്ള അടുപ്പം അവർ തമ്മിലുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വാസ്തവം നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പോലെ അത്തരത്തിലുള്ളൊരു ഫോട്ടോകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഏറ്റവും ആദ്യം ധൃതി പിടിച്ച് O.J. ജനീഷ് പറയുന്നു കോൺഗ്രസുമായിട്ടും യൂത്ത് കോൺഗ്രസുമായിട്ടും യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് പറയുന്നു. തൊട്ടടുത്ത ദിവസം അദ്ദേഹം പറയുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു അനൗദ്യോഗിക കമ്മിറ്റിയുണ്ട്. അനൗദ്യോഗിക കമ്മിറ്റിക്കെതിരെ എങ്ങനെയാണ് ശരത്തെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നടപടിയെടുക്കാൻ കഴിയുക? അല്ലെങ്കിൽ അവർ അംഗീകരിക്കാത്തതാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നടപടിയെടുക്കാൻ കഴിയുക? അപ്പോൾ ഇത് അത്യന്തം ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ കോൺഗ്രസിൻ്റെ നേതാവിനോടും, നാളെ വി.ഡി. സതീശൻ തീർച്ചയായിട്ടും മറുപടി പറയാൻ പോകുന്നത് ഇദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്തോരം ആളുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു എന്നുള്ളൊരു മറുപടി ആയിരിക്കും. ആ മറുപടിയുള്ള ആളോട്, മുഖ്യമന്ത്രിയോട് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്രയും അടുപ്പമുള്ള ഒരു സോഷ്യൽ മീഡിയ മാനേജർക്ക് ഇദ്ദേഹം പണം കൊടുത്തിരുന്നു എന്നാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഇദ്ദേഹത്തിൻ്റെ വേണ്ടി സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികൾ ചെയ്യുന്ന നിരവധി പേര്, അതിൽ ചില വക്കീലന്മാരായിട്ടുള്ള ആളുകളടക്കം എറണാകുളം ജില്ലയിലുണ്ട്. അവരുടെ പണി എന്തായിരുന്നു എന്നുള്ളത് കൂടി ശരത്തറിയണം. കാരണം അവരുടെ പണി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരായിട്ടോ കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകളെ പോലും അതിനകത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെയുള്ള തർക്കമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാക്കൾ, അതായത് മാത്യു കുഴൽനാടനും റോജി എം ജോണിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യൂ, അതായത് സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കെതിരെയുള്ള പ്രവർത്തനം തുടങ്ങുമെന്നാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങാൻ കഴിയുന്ന വ്യക്തിബന്ധങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള ഇതുപോലെയുള്ള പല ഹിഡൻ ഈ പറഞ്ഞ പോലെ അജണ്ടകളും അതുപോലെ പല ക്രിമിനൽ ആക്ടിവിറ്റികളുമുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിരുന്നു. ഇനി ഇതില്ലെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്രയും അടുപ്പമുള്ള ഒരു ഫോട്ടോ അല്ലല്ലോ വന്നേക്കുന്നത്, നിരവധി ഫോട്ടോകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിൽപ്പെട്ട 2 പ്രതികളുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകളും വന്നിട്ടുണ്ട്. ആ ഫോട്ടോകളിൽപ്പെട്ട പ്രതികൾക്ക് എന്തായിരുന്നു ജോലി, അവരുടെ വരുമാന സ്രോതസ് എന്താണ് എന്നുള്ളത് ആലോചിക്കട്ടെ. അതല്ല വേറെ ഏതെങ്കിലും വരുമാനത്തിൽ നിന്നുകൊണ്ട് അവർ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ട് വി.ഡി. സതീശന് വേണ്ടി മാത്രമായി ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്തിരുന്നതാണോ? അതല്ലെങ്കിൽ നേരത്തെ ഇതിൽ പി കെ ഗോപൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഞാനതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇവരുടെ എന്തൊക്കെ ആഗ്രഹങ്ങൾ നടത്തി കൊടുത്തുകൊണ്ടാണ് ഈ കാര്യം ഇവർ ജീവിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് ഏറ്റവും കൃത്യമായിട്ട് ചിന്തിക്കണ്ടേ. അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്താണ്, ഇതെങ്ങനെ പിടിക്കപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മളൊന്നും അറിയണമല്ലോ.
ഈ കാസർഗോഡ് SP-ക്ക് വളരെ രഹസ്യമായിട്ടുള്ള ഒരു വിവരം കിട്ടുകയും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവർ പിടിക്കപ്പെടുന്നത് തന്നെ. പിന്നെ കോൺഗ്രസ്സിൽ ഇതൊക്കെ പിടിക്കപ്പെടുമ്പോൾ ഏതാണ്ട് ഞങ്ങൾ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നിലക്കൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം പണ്ട് ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം വിദേശത്ത് സന്ദർശിച്ചിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഓർക്കണം, ജോപ്പനെ അറസ്റ്റ് ചെയ്തൊരു മന്ത്രി ഉണ്ടായിരുന്നു, അത് ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആൾ അറസ്റ്റ് ചെയ്തു. അതിനെക്കുറിച്ച് VD സതീശൻ സഭയിൽ പിന്നീട് പറഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ അനുവാദം മേടിച്ചിട്ടാണെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രിയും അന്നുണ്ടായിരുന്ന KC ജോസഫും തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, പറഞ്ഞത് ഉമ്മൻചാണ്ടി അറിഞ്ഞിരുന്നില്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോൺഗ്രസ്സിനകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകാം എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ 2.5 കൊല്ലം കഴിയുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചിലപ്പോൾ ഒരു മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടതും അങ്ങനെ മാറ്റമുണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു പബ്ലിക് ഇമേജ് അത് ടാർണിഷ് ചെയ്യപ്പെടണമെന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ അത് തന്നെ അതുകൊണ്ട് ഇത് വെറുതെ ആണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, ഇത് കൃത്യമായിട്ട് നിലവിലുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ പൊളിച്ചു കാണിക്കാൻ കൂടി കോൺഗ്രസ് കൂടി പരിശ്രമിച്ചിട്ടുണ്ട്. അതിന് VD സതീശൻ സ്വയം വഴിവെക്കുന്നോ എന്നുള്ളതാണ് അതിൽ ഉയരുന്ന ചോദ്യം. ഇതൊന്നും ആർക്കും ഡിസ്പ്യൂട്ട് ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്ന ചിത്രങ്ങളാണ്. അവരാണ് ഇപ്പോൾ മയക്കുമരുന്ന് കേസിലെ പ്രതികളായി നിൽക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ VD സതീശൻ സ്വയം വഴിയൊരുക്കുന്നോ? തീർച്ചയായിട്ടും VD സതീശൻ സ്വയം വഴിയൊരുക്കുകയാണെന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. അതിൻ്റെ കാരണവും കൂടി ഞാൻ പറയാം ശരത്തിനോട്. ശരത്തെ, ബൈബിളിലൊരു വാചകമുണ്ട്, അതായത് പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ പഴുത്ത മരത്തോട് എന്തായിരിക്കുമെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ കോൺഗ്രസിൻ്റെ ചരിത്രം ഒന്നെടുത്ത് ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലെ ചരിത്രം ഒന്നെടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യൂത്ത് കോൺഗ്രസിന് ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാകുമ്പോൾ അത് യഥാർത്ഥത്തിൽ വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചുകൊണ്ടാണ്. ഒന്ന് ആലോചിക്കണം. രണ്ടാമത്തത് NM വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വയനാട്ടിലെ ഒരു ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു. എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു? പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കണം, ഓർക്കണം, അറിയാവുന്ന കാര്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാനസികാസ്വാസ്ഥ്യമുള്ള മകന് വിഷം കൊടുത്തുകൊണ്ട് മരിച്ചതിന് ശേഷം ഒന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. കാരണം എന്താണ്? കാരണമെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ അഴിമതിയായി സഹകരണ ബാങ്കുകളിൽ നിയമനം നടത്താൻ വേണ്ടി പണം മേടിച്ചു. ആ കേസിലുള്ളതാരാണ്? ഉന്നതരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളാണ്. അതിലൊരാൾ ചിലപ്പോൾ മന്ത്രിയാകുമെന്ന് പോലും വിചാരിച്ചിരുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നേക്കണത് എന്താ വെച്ചാൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ അറസ്റ്റിലായിരിക്കുന്നു. അതായത് ഒരു BJP നേതാവിൻ്റെ കയ്യിൽ നിന്ന് റെയിൽവേയിൽ 25 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സംഘത്തിൽ നിന്നുള്ള ആളുകളെ സെലക്ട് ചെയ്യുകയാണ് സതീശനും ചെയ്തേക്കണത്. അല്ലാതെ വേറെ അത്ഭുതമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും വലിയ ആശ്ചര്യകരമായിട്ടൊന്നുമില്ല. കാരണം ഒരു വാചകം കൂടി പറയാം, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ആരെങ്കിലും ഈ പറയുന്ന പോലെ ദുരിതത്തിലായി നിൽക്കുന്നവരുടെ പേരിൽ പണപ്പരിവ് നടത്തിയിട്ട് ആ പണം ഇന്നും എവിടെയാണെന്നോ ഒരു വീട് പോലും വെച്ചു കൊടുക്കാത്ത മാനസികാവസ്ഥയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഇതിലപ്പുറം എന്ത് പ്രതീക്ഷിക്കാനാണ് ശരത്തെ? അതാണ് കേരളം മനസ്സിലാക്കേണ്ടത്.